വാമനപുരം ഇപ്പോൾ ഒരു ഇടത് കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ വാമനപുരത്ത് ഇപ്രാവശ്യം എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? വാമനപുരത്ത് കഴിഞ്ഞ തവണ തന്നെ മാറ്റം സംഭവിക്കേണ്ട സാധ്യതയുള്ള മണ്ഡലമായിരുന്നു. 2021 ഇവരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. ആ സമയത്ത് രമേശ് ചെന്നിത്തല ഇത് വന്നിട്ട് കുളമാക്കി. ഇവരെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു. DK മുരളിയെ അവർക്ക് അട്ടിമറിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ രമണി P നായർ അന്ന് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പാതിരാത്രിയിൽ ഉമ്മൻചാണ്ടി പോയിട്ടാണ് അനുനയിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ സമയത്ത് അവർക്കാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കേണ്ടത്. എന്തായിരുന്നാലും രമണി P നായർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ക്ലാസിക് പോരാട്ടത്തിലേക്ക് പോകും. CPMന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിന് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ രമണി P നായർ എന്ന ഒറ്റ പേരേ ഉള്ളൂ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഏപ്രിൽ മധ്യത്തിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ നടക്കാൻ വേണ്ടിയിട്ട് സാധ്യതകളുള്ളത്. അങ്ങനെ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് വാമനപുരം നിയോജക മണ്ഡലം, ഈ വാമനപുരം നിയോജക മണ്ഡലം കോൺഗ്രസിൻ്റെ ആരെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ചിലരൊക്കെ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ വാമനപുരം ഇപ്പോൾ ഒരു ഇടത് കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ വാമനപുരത്ത് ഇപ്രാവശ്യം എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? വാമനപുരത്ത് കഴിഞ്ഞ തവണ തന്നെ മാറ്റം സംഭവിക്കേണ്ട സാധ്യതയുള്ള മണ്ഡലമായിരുന്നു. വാമനപുരം മണ്ഡലം 1967 രൂപീകരിച്ച മണ്ഡലമാണ്. അവിടെ നിന്ന് ആകെ ഇതിനു മുമ്പ് അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. 1965 രൂപീകൃതമായ മണ്ഡലം. 65 അവിടെ M കുഞ്ഞികൃഷ്ണപിള്ള കോൺഗ്രസിൻ്റെ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് CPMൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. N വാസുദേവൻ പിള്ള CPM, കുറേ പിള്ളമാരാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ M കുഞ്ഞികൃഷ്ണപിള്ള തന്നെ 70 ജയിക്കുന്നു. പിന്നെ വാസുദേവൻ പിള്ള 77 ജയിക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ പഴയ പ്രമാണി, പുള്ളിയുടെ ഒരു യുഗമാണ്. 80 തൊട്ട് കോലിയക്കോട് കൃഷ്ണൻ നായർ 91 വരെ തുടർച്ചയായിട്ട്, അതായത് 80 തൊട്ട് 96 വരെയുള്ള 26 വർഷക്കാലം പുള്ളിയായിരുന്നു അവിടെ നിന്ന് MLA, 3-4 പ്രാവശ്യം ജയിച്ചു. അത് കഴിഞ്ഞ് പീരപ്പങ്കോട് മുരളി, നമ്മുടെ പഴയ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന VSൻ്റെ കൂടെ പോയ പീരപ്പങ്കോട് മുരളി 96-ലും 2001-ലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. പിന്നെ പുള്ളി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്യുന്നു. 2006 J അരുന്ധതി ജയിക്കുന്നു. 2011 വീണ്ടും കോലിയക്കോട് കൃഷ്ണൻ നായർ തിരിച്ചു വരുന്നു. ഇടക്കാലത്ത് നടപടിയൊക്കെ നേരിട്ടായിരുന്നു. അത് കഴിഞ്ഞ് 2016 DK മുരളി വരുന്നു. 2021 DK മുരളി വരുന്നു. 2016 DK മുരളിയോട് മത്സരിച്ചത് ശരത്ചന്ദ്ര പ്രസാദാണ്. അന്ന് 9000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശരത്ചന്ദ്ര പ്രസാദിനെ തോൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം അവിടെ വേണമെങ്കിൽ പിടിക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. 2016 തന്നെ അവിടെ പരിഗണിച്ച ഒരു പേരാണ് രമണി P നായർ. 2016 രമണി P നായരെ പരിഗണിച്ചു. അവസാന സമയത്ത് തട്ടിയിട്ട് ശരത്ചന്ദ്ര പ്രസാദിനെ കൊണ്ടുവന്നു. ശരത്ചന്ദ്ര പ്രസാദ് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഗുണ്ടയാണ്. കോൺഗ്രസിനോട് കൂടെ തല്ലുകൊണ്ടിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടി KPCC പ്രസിഡന്റ് K മുരളീധരൻ്റെ ഗുണ്ടകളെ തന്നെ തല്ലുകൊള്ളുകയും മുണ്ടൂരി പറിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. നമ്മുടെ ഉണ്ണിത്താൻ ചേട്ടൻ്റെ കൂടെ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്. ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് കേട്ടോ. ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനം പിന്നെ പുള്ളിക്ക് പാർട്ടിയിൽ വലിയ സ്ഥാനമൊന്നും ഇല്ലാതിരുന്നപ്പോൾ പുള്ളി ബാലവേദി ഉണ്ടാക്കി. കാരണം നഴ്സറി സ്കൂളിൽ പിള്ളേരെ കൂടെ കളിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ പിച്ചും മാന്തുമൊക്കെയുള്ള അടിയൊന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ 2021 ശരിക്കും അവിടെ DK മുരളിയെ അട്ടിമറിക്കാൻ പറ്റുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് അവിടെ കാൻഡിഡേറ്റായിട്ട് പേര് ഉയർന്നു വന്നത് രമണി P നായരുടേതാണ്. ഈ രമണി P നായരുടെ പേര് ഉയർന്നു വന്നപ്പോൾ രമണി P നായരുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കണം. അതായത് ഇപ്പോൾ ഗൗരി അമ്മ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന പോലെ കേരളത്തിലെ കോൺഗ്രസ്സിലെ പല ആൾക്കാരും അവരെ വിളിക്കുന്നത് രമണി അമ്മ എന്നാണ് വിളിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അമ്മയ്ക്ക് തുല്യമായിട്ടുള്ളതാണ്. കാരണം അവർക്ക് 68 വയസ്സുണ്ട്. 1958 ജനിച്ചതാണ് അവർ. ഈ 68 വയസ്സുള്ള ഈ രമണി P നായർ അവർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് സ്ത്രീകൾ പൊതുവെ ഇത്തരം രംഗത്തേക്ക് കടന്നു വരാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. നമ്മൾ പാവാട KSU എന്ന് പണ്ട് പറയുമായിരുന്നു. KSU പെൺകുട്ടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് പാവാട KSUവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് 60-കളിലും 70-കളിലും അവരെ സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വന്നിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BA ആണ്. ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറും ഉണ്ട്, BA ഉണ്ട്. അന്നത്തെ കാലത്ത് അവർ സർവീസിൽ കയറുകയാണെങ്കിൽ കൃഷി ഓഫീസറായിട്ടോ കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടോ ഒക്കെ മാറാൻ പറ്റും. അന്നത്തെ കാലത്തെ ഡിഗ്രിയാണ്, 70-കളിലെ ഡിഗ്രിയാണ്. 70-കളിലെ ഡിഗ്രി അതിന് പുറമെ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ കാർഷിക സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി എടുക്കുന്ന സ്ഥിതിയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. അന്ന് ഡിപ്ലോമ മതി. ഇതൊരു സ്കൂൾ പാർലമെൻറ്റ് ചെയർപേഴ്സണായിട്ടാണ് KSUവിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് വിജയിച്ചതാണ്. അതേപോലെ തന്നെ കോളേജിലാണെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് യൂണിയൻ ലീഡറായിട്ട് വളരെ പെർഫോം ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഇതൊരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബമാണ്. ഇവരുടെ മുത്തശ്ശൻ ഗ്രാൻഡ് ഫാദർ TR വേലായുധൻ ഉണ്ണിത്താൻ എന്ന് പറയും. അയാൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 44 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിൽവാസം അനുഭവിച്ച TR വേലായുധൻ ഉണ്ണിത്താൻ്റെ പേരക്കുട്ടിയാണ് രമണി P നായർ. അപ്പോൾ ഒരു കോൺഗ്രസ് ഫാമിലിയാണ്, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫാമിലിയാണ്.
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഇവർ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പലവട്ടം മത്സരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാമനപുരം മണ്ഡലത്തിന് കീഴിലുള്ള 2 ഡിവിഷനുകളിൽ നിന്നായിട്ടാണ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. മൊത്തം 9 പഞ്ചായത്തുള്ളതിൽ 6 പഞ്ചായത്തിൽ ഇവർ ലീഡ് ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യമായിട്ട്. കാരണം CPM-ന് അത്യാവശ്യം ബേസ് ഉള്ള സ്ഥലത്ത് ഇവർക്ക് വ്യക്തിബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വോട്ട് സമാഹരിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞില്ല, രമണിയമ്മ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരെ പിന്നെ ഒരു ജയന്റ് കില്ലർ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ഇവർ ആദ്യം മത്സരിക്കുന്നത് കല്ലറ ഡിവിഷനിൽ മത്സരിക്കുമ്പം ഒരു ഹിസ്റ്റോറിക് വിക്ടറി ആയിരുന്നു. ആദ്യമായിട്ടാണ് കല്ലറ ഡിവിഷൻ കോൺഗ്രസ് പിടിച്ചെടുക്കുന്നത്. 3700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവർ പിടിച്ചെടുക്കുന്നത്. അതിനകത്ത് 5 പഞ്ചായത്തുകളിൽ ഇവർ ലീഡ് ചെയ്തു. പാങ്ങോട് പഞ്ചായത്ത്, പാങ്ങോട് നമുക്കറിയാലോ ആർമി കേന്ദ്രമുള്ളതാണ്. കല്ലറ പഞ്ചായത്ത്, വാമനപുരം പഞ്ചായത്ത്, വാമനപുരം എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, നെല്ലനാട് പഞ്ചായത്ത്, പുല്ലമ്പാറ പഞ്ചായത്ത്, ഇവിടെ എല്ലാം ഇവർ ലീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ 2ാമത്തെ പ്രാവശ്യം പിന്നീട് 2010 ഇവർ മത്സരിക്കുന്നത് വെഞ്ഞാറമൂട് ഡിവിഷനിൽ നിന്നാണ്. വെഞ്ഞാറമൂടും പ്രധാനപ്പെട്ട അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ CPM-ന്റെ കോട്ടയാണ് തകർക്കുന്നത്. 4208 വോട്ടുകൾക്കാണ് ജയിക്കുന്നത്. അവിടെ മാണിക്കൽ പഞ്ചായത്തിലും പുല്ലമ്പാറ പഞ്ചായത്തിലും നെല്ലനാട് പഞ്ചായത്തിലും അവർ ലീഡ് ചെയ്യുന്നു. അവിടെ മൊത്തത്തിൽ ഈ 8-9 ഗ്രാമപഞ്ചായത്തുള്ളതിൽ 6 ഗ്രാമപഞ്ചായത്തുകളിലും ഇവരുടെ വ്യക്തിപരമായ ഒരു പ്രഭാവം കൊണ്ട് ഇവർ ലീഡ് നേടിയതാണ് ജില്ലാ പഞ്ചായത്തിൽ. ഇപ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി UDF-ന് ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാവുന്നത്. മുമ്പ് നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും എന്ത് റിസൾട്ട് ആയിരുന്നാലും ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അത് കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും LDF-നാണ് ലീഡ് കിട്ടാറുള്ളത്. ആ ഒരു സ്ഥിതിയിൽ മാറ്റം വരുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇവർ മഹിളാ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു. 2003-2008 കാലഘട്ടത്തിൽ KSU ഒക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷം പ്രായമായപ്പം 2003 എന്ന് പറയുമ്പോൾ 23 വർഷം മുമ്പ് അന്ന് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി. അത് കഴിഞ്ഞിട്ട് DCC-യുടെ പിന്നെ ആ സമയത്ത് തന്നെ 2005 തൊട്ട് 21 വർഷം മുമ്പ് DCC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതേപോലെ തന്നെ KPCC മെമ്പറായിരുന്നു. അത് 2017 തൊട്ട് KPCC മെമ്പറാണ്. ഇപ്പോഴും KPCC മെമ്പറാണ്. KPCC സെക്രട്ടറിയായി 2020-24 കാലഘട്ടത്തിൽ. ഇപ്പം നിലവിൽ KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്. KPCC ജനറൽ സെക്രട്ടറിമാരിലെ ഏറ്റവും തലമുതിർന്ന ലേഡിയാണ് രമണി P. നായർ എന്ന് പറയുന്നത്. പിന്നെ മാന്യമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത്. ഇവർ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് 95 തൊട്ട് 2000 വരെയുള്ള കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇവരെ വീടുള്ളത്. നെല്ലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായി ഒരു ടേം, പിന്നീട് പ്രസിഡന്റ് ആയിട്ടൊരു ടേം വരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ജയിക്കുകയാണ്. മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല ഇന്ന് വരെ. അതാണ് അവരുടെ ട്രാക്ക് റെക്കോർഡ്. അത് സ്കൂൾ കാലഘട്ടം തൊട്ട് ഈ 68ാമത്തെ വയസ്സ് വരെ മത്സരിച്ചത് വിവിധ സ്കൂളിൽ മത്സരിച്ചു. ഗ്രാമപഞ്ചായത്തിൽ പിന്നെ 2 തവണ മത്സരിച്ചു, അത് ജയിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു, അത് ജയിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്ലാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആവുന്നു. പിന്നീട് 2010 തൊട്ട് 2013 വരെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആവുന്നു. അത് 2 ടേം വെച്ചു. 3 വർഷം, ആദ്യത്തെ 3 വർഷം പിന്നെ രമണി P. നായരും അതിനുശേഷം ആൻസിജിത റസലും. അതുമാത്രമല്ല, ഇവർ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുക, അവിടെ നിന്നൊക്കെ അവാർഡ് നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, അതേപോലെ സിംഗപ്പൂർ, കൊളംബോ, ഇവിടെ നിന്നൊക്കെയുള്ള വിവിധ അവാർഡുകൾ, കോമൺവെൽത്ത് ലോക്കൽ സെൽഫ് പിന്നെ ഗവൺമെൻറ് ഫോറത്തിൽ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അതല്ലാതെ തന്നെ ഈ വനിതകളുമായി ബന്ധപ്പെട്ട വിവിധ ഒരുപാട് സംഘടനകളുടെ ഓർഗനൈസേഷനുകൾ, പിന്നെ റോട്ടറി ക്ലബ്ബ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവരുടെയൊക്കെ ഒരുപാട് പിന്നെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2021 ഇവരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. ഇവർ സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പിച്ചു. ആ സമയത്ത് രമേശ് ചെന്നിത്തല വിവരം എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ, ഒരു രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനാണ് രമേശ് ചെന്നിത്തല. 5 പൈസയുടെ ബുദ്ധി എന്ന് പറയുന്നതില്ല. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉള്ള പണി എന്തായിരുന്നു വെച്ചാൽ, രാവിലെ എഴുന്നേക്കും, പല്ലും തേച്ച് കുളിച്ച് മുഖം കഴുകി ഒരു കട്ടൻ ചായയും കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും പിണറായി രാജിവെക്കണം. ഉച്ചയ്ക്കും പിണറായി രാജിവെക്കണം. എന്തിനാണ് രാജിവെക്കുന്നത്? എന്തിനാണെങ്കിലും എന്താ രാജിവെക്കണം എന്ന് പറയും. എന്തിനാണെന്നൊന്നുമില്ല, റീസണൊന്നുമില്ല. അതായത് രാജി ആവശ്യപ്പെടുക എന്ന് പറയുന്നതിൻ്റെ വില കളഞ്ഞു. രാജി ആവശ്യപ്പെടേണ്ട ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനില്ല എന്നത് പറഞ്ഞാൽ ഇതിന് വിലയില്ല. എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് പുട്ടിന് തേങ്ങ ഇട്ട പോലെ ഇങ്ങനെ പിന്നെ പിണറായി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ഇത് പറയലാണെന്നുള്ള രീതിയാണ്. പിന്നെ അതിനിടയിൽ കൂടെ ഉസ്മാനെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു സത്യം പറഞ്ഞാൽ ഇയാളൊക്കെ എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിനകത്ത് ഈ സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. ഈ ചെങ്ങാതി ഇത് വന്നിട്ട് കുളമാക്കി. ഇവരെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു. DK മുരളിയെ അവർക്ക് അട്ടിമറിക്കാൻ പറ്റുമായിരുന്നു. DK മുരളിയെ സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിൻകരയിലെ സെൽവരാജിനെ പോലെയോ പാറശാലയിലെ ഹരീന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ വർക്കലയിലെ വി ജോയിയെ പോലെയോ ഒന്നും ഒരു എസെൻഷ്യൽ പാർട്ടല്ല CPM-ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DK മുരളിക്ക് പകരം അവിടെ വേറെ ആരെയും നിർത്താം. DK മുരളി അത്രയും ഒരു പെർഫോമർ അല്ല. ആ സമയത്ത് DK മുരളിയെ ഇവർ നിന്നാൽ, രമണി P. നായർ നിന്നാൽ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം ജില്ലാ പഞ്ചായത്തിലെ ട്രാക്ക് റെക്കോർഡ്, പഞ്ചായത്തിലെ ട്രാക്ക് റെക്കോർഡ്, ബാക്കിയുള്ള അവരുടെ ജനകീയത, പിന്നെ അവരുടെ കുടുംബ ബന്ധങ്ങൾ ഒക്കെ കൂടെ വെച്ച് നോക്കും. നായർ
മെജോറിറ്റി മണ്ഡലവും കൂടിയാണ്. അതായത് എനിക്ക് ഇതിനകത്ത് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2016 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മത്സരിച്ചത് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടായിരുന്നു, പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നീട് ഇദ്ദേഹത്തിന് അവസരം കിട്ടത്തില്ല. അതോടെ തന്നെ 2021 പുള്ളിക്ക് ഒട്ടാകാനും സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതെ, അത് തന്നെ സത്യം. 2016 ആവുന്നത് എങ്ങനെയാണ്? നിയമസഭാ കക്ഷിയിൽ മെജോറിറ്റി നോക്കി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ആവത്തുള്ളൂ. ഉമ്മൻചാണ്ടി പറഞ്ഞു ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല, ഒരു സ്ഥാനത്ത് നേക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രമേശ് ചെന്നിത്തല വന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് ഇവരെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പം നായരാന്ന് ആലോചിച്ച് നോക്കണം. ഇവര് അപ്പുറത്ത് നിന്നത് പകരം നിന്ന ആനാവൂർ ജയനും നായരാ. കാരണം ഈ വീട്ടിലെന്താ ഇയാൾക്ക് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു BDS സ്ഥാനാർത്ഥിയെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സുകുമാരൻ നായർ പണ്ട് പറഞ്ഞ പോലെ കറുത്ത നായർ തിരുവഞ്ചൂരെ പറ്റത്തില്ല, വെളുത്ത നായർക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ വെള്ളാപ്പള്ളി എന്ത് ചെയ്തു? രമേശ് ചെന്നിത്തല ഒറ്റ വിളിയാണ്. രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ട് പറഞ്ഞു, ആനാവൂർ ജയനെ വാമനപുരത്ത് സ്ഥാനാർത്ഥി ആക്കിയില്ലെങ്കിൽ ഹരിപ്പാട് തോക്കുമെന്ന് പറഞ്ഞു. ഞെട്ടിച്ചു. അങ്ങനെ രമേശ് ചെന്നിത്തലയെ പിടിച്ചു ഞെട്ടിച്ചു. അങ്ങനെ രമണി P നായർ അന്ന് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പാതിരാത്രിയിൽ ഉമ്മൻചാണ്ടി പോയിട്ടാണ് അനുനയിപ്പിക്കുന്നത്. അന്ന് 2021 ഇലക്ഷൻ സമയത്ത് വലിയ വിഷയമായിരുന്നു. അന്ന് AV ഗോപിനാഥും അന്നും പാർട്ടി വിടേണ്ടതായിരുന്നു. പാലക്കാടും പോയിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞതിൻ്റെ പുറത്താണ് AV ഗോപിനാഥ് നിന്നു. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ AV ഗോപിനാഥ് പാർട്ടി മാറി. പക്ഷേ രമണി P നായർ ഏറ്റവും സീനിയർ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. 68 വയസ്സായി. ഇനി അവർക്കൊരു അവസരമില്ല. ഇനി 5 വർഷം കൂടെ കഴിയുമ്പോൾ അവർക്ക് 72 വയസ്സാവും. ഇപ്പോഴത്തെ സമയത്ത് അവർക്കാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ തരംഗവും ബാക്കിയുള്ളതും എല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട്. മാത്രമല്ല ഇവർ വ്യക്തിപരമായി ഒരു രക്തസാക്ഷിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഇപ്പം 44 മാസം ജയിൽവാസം രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജയിൽവാസം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരക്കുട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ അക്കാലം തൊട്ട് കേസിലൂടെ കടന്നു വന്ന ഒരാൾ. ഇത്രയും കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മറ്റൊരു വനിത കോൺഗ്രസിനകത്ത് വേറെ ഉണ്ടാവില്ല. മാത്രമല്ല ഇവരുടെ ഹസ്ബൻഡ് ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് റിട്ടയർഡ് ആവുന്നത്. ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർഡ് ആകുമ്പോൾ പുള്ളിക്ക് കൺഫേർഡ് IAS കിട്ടുന്നുണ്ടായിരുന്നു. കൺഫേർഡ് IAS കൊടുത്തില്ല. കാരണം ഇവർ കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെൻഷൻ സ്കെയിലിനും ബാക്കിയുള്ളതിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ പദവിയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. കൺഫേർഡ് IAS ആണെങ്കിൽ തന്നെയും അത് റിട്ടയർഡ് IAS എന്നുള്ളത് തന്നെയാണല്ലോ വരുന്നത്. ഇപ്പോൾ റിട്ടയർഡ് IPS IAS ഒക്കെ അങ്ങനെ വരുന്നുണ്ടല്ലോ. ആ സാധനം പോലും നഷ്ടപ്പെടുത്തിയത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗം സഹിച്ചിട്ടുള്ളതാണ്. ഇത്തവണ ഈ രമണി P നായരെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ DK മുരളിയും രമണി P നായരും തമ്മിൽ ക്ലാസിക് പോരാട്ടോടെ ഉണ്ടാവും. BJP അത്യാവശ്യം ശക്തമായിട്ട് വരും. 2016 അവിടെ BDJS മത്സരിച്ച് അവർക്ക് 13,956 വോട്ടാണ് കിട്ടിയത്. പക്ഷേ 2016 ശരത്ചന്ദ്ര പ്രസാദുമായിട്ട് അവർക്ക് 9,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. കഴിഞ്ഞ തവണ അതിലേറെ കൂടി. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനാട് ജയനും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 11,000 വർദ്ധിച്ചു, കൂടുകയാണ് ചെയ്തത്. അതായത് 2016 അടുത്ത് തരംഗം ഉണ്ടായിരുന്നു, ഭരണമാറ്റമായിരുന്നു. 2021 ഭരണ തുടർച്ചയാണ്. ആ തുടർച്ചയുടെ സമയത്ത് DK മുരളിയുടെ ഭൂരിപക്ഷം 9,000-ൽ നിന്ന് 11,000 2,000 വോട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു ശരത്ചന്ദ്ര പ്രസാദും രമേശ് ചെന്നിത്തലയും കൂടെ കൂടിയിട്ട്. അപ്പോൾ എന്തായിരുന്നാലും രമണി P നായർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ക്ലാസിക് പോരാട്ടത്തിലേക്ക് പോകും. ആര് ജയിക്കുമെന്ന പ്രവചനത്തിലേക്കൊക്കെ നമ്മൾ പോകുന്നത് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയല്ല. കാരണം 2 മാസം കൂടിയുണ്ട്, തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്നാൽ തന്നെയും DK മുരളി തന്നെ നിന്നാലും ഇല്ലെങ്കിലും CPM-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിന് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ രമണി P നായർ എന്ന ഒറ്റ പേരേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒരാളുടെയും പേരയിലേക്ക് കൂട്ടിച്ചേർക്കാനില്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ ഈ പിന്നെ നിർണായകമായ പോരാട്ടത്തിൽ അത് അവർക്ക് ഗുണം ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ.